ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ ഫസ്റ്റ് ടൈം എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാ ചാപ്റ്ററിൽ നിന്നും, അതായത് ഫസ്റ്റ് ചാപ്റ്ററായ പനിനീർ പൂവ്, ഏതായിരുന്നു സെക്കൻഡ് ചാപ്റ്ററായ താളുകൾക്കിടയിലും മയിൽപ്പീലി, അതുപോലെ തന്നെ തിങ്കളാഴ്ച നല്ല ദിവസം, അതുപോലെ കരിവിളക്കിൻ തിരുനാളം എന്നീ ചാപ്റ്ററുകളിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയ, അതായത് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പനിനീർ പൂവ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കിന്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓതിയിലുത്തരമെന്ന ചോദ്യത്തിന് ആതങ്കമേശാത്തൊരു പ്രസൂനം, ദുഃഖം എന്ന അർത്ഥത്തിൽ വരികളിൽ പ്രയോഗിച്ച പദം ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓതി, ആതങ്കം, ഏശാത്ത, പ്രസൂനം. ആൻസർ ഏതാണ്? നമുക്കറിയാം ആതങ്കമാണല്ലേ. ആൻസർ എന്താണ്? ആതങ്കം. ഓക്കെ, ആൻസർ ആതങ്കമാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്നപൂർണേശ്വരിമാർ കണക്കെ പൂക്കൾ ലോകത്തിന് നൽകുന്നത് എന്താണ്? പൂമ്പൊടി, സുഗന്ധം, തേൻ, കുളിർമ. എന്താണ് കൂട്ടുകാരെ? അതെ, തേനാണല്ലേ. അന്നപൂർണേശ്വരിമാർ കണക്കെ പൂക്കൾ ലോകത്തിന് നൽകുന്നത് എന്താണ്? തേൻ. ആൻസർ തേൻ. ദെൻ ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ നിന്ദകത്തിൽ അടിവരയിട്ട പദം പൂവിന്റെ ഏത് പ്രത്യേകതയാണ് സൂചിപ്പിക്കുന്നതാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. തേൻ, നിറം, മാർദ്ദവം, സുഗന്ധം. അപ്പൊ ഏതാണ്? അതെ, സുഗന്ധമാണല്ലേ. ഏതാണ്? സുഗന്ധം. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ യാർ മറക്കും. നിങ്ങളെ യാർ മറക്കും എന്ന് കവി പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? വണ്ടിനെ, പൂവിനെ, തെന്നലിനെ, കാറ്റിനെ. ആരെ കുറിച്ചാണ്? പൂവിനെ കുറിച്ചാണല്ലേ. ആൻസർ എന്താണ്? പൂവിനെ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളെ ദേവതമാർ. ഇങ്ങനെയൊരു മനോഭാവത്തിലേക്ക് കവി എത്തിച്ചേരാൻ കാരണം എന്താണെന്ന് വിശദമാക്കുക എന്നാണല്ലേ പറയുന്നത്. തൻ്റെ ചെറിയ ജീവിതം കൊണ്ട് എന്താണ് ഈ ലോകത്തിന് നന്മയും സന്തോഷവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന പനിനീർ പൂവിനെ കുറിച്ചാണ് ഈ കവിത. മരുഭൂമിയെ പോലും ഉദ്യാനത്തിന് തുല്യമാക്കി മാറ്റുവാൻ പൂക്കൾക്ക് കഴിയും എന്നാണ് കവി പറയുന്നത്. മനുഷ്യന്റെ ദുഃഖങ്ങളെ അകറ്റാനും സന്തോഷം പ്രദാനം ചെയ്യാനും പൂക്കൾക്ക് കഴിയും. മൂളിപ്പാടുന്ന വണ്ടുകൾക്കൊപ്പം ആടിയും സുഗന്ധം പരത്തിയും അന്നപൂർണേശ്വരിയെ പോലെ എല്ലാവരെയും നറുതേൻ ഊട്ടിയും മാർദ്ദവത്താൽ സ്പർശന സുഖം നൽകിയുമെല്ലാം പൂക്കൾ നമ്മെ സന്തോഷിപ്പിക്കുന്നു. മംഗളകർമ്മങ്ങൾക്കും ദേവനെ പൂജിക്കാനും മുടിയിൽ ചൂടാനും വീരന്മാർക്ക് മാലയായി ചാർത്താനും ഒക്കെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. ചെറുതെങ്കിലും പൂക്കൾ നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. പൂക്കളുടെ മഹത്വം തിരിച്ചറിഞ്ഞ കവി പൂക്കളെ ദേവതമാരായി കാണുന്നു. പൂക്കളുടെ ജീവിതം നിസാരമെന്ന് കരുതി പുച്ഛിച്ച കവി അവയുടെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു മനോഭാവത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നമ്മൾ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അതെത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ഒക്കെയുള്ള ആളും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. തിങ്കളാഴ്ച നല്ല ദിവസം. വൃദ്ധയായ അമ്മയെ ശരണാലയത്തിലേക്ക് അയക്കുന്ന മകനെയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആധുനിക കാലം വൃദ്ധരെയും അവശരുടെയും അവഗണിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പ്രസ്താവനയും തിരക്കഥയും പരിഗണിച്ച് വാർദ്ധക്യവും സമൂഹത്തിന്റെ മനോഭാവവും എന്ന വിഷയത്തിൽ ലഘുപ്രഭാഷണം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രഭാഷണമാണ്, നമുക്ക് നോക്കാം. പ്രിയ ശ്രോതാക്കളെ, മറ്റുള്ളവരുടെ സ്നേഹവും പരിചരണവും ഏറ്റവും അധികം വേണ്ട കാലഘട്ടമാണ് വാർദ്ധക്യം. എന്നാൽ പ്രായമായവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? വൃദ്ധജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവഗണനയുടെയും അരക്ഷിതാവസ്ഥയുടെയും നിരവധി വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നുണ്ട്. ഇതിൽ നിന്നും വൃദ്ധരോടുള്ള നമ്മുടെ മനോഭാവം ഏറെക്കുറെ വ്യക്തമാണ്. തങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചെലവഴിച്ചവരാണ് മിക്ക വൃദ്ധജനങ്ങളും. ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ചെലവഴിച്ച് വീട്ടിൽ നിന്നും വൃദ്ധമന്ദിരത്തിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന ഒരമ്മയുടെ ചിത്രമാണ് പി പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥാഭാഗത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. തനിക്ക് ഓഹരി കിട്ടിയായ വീടും പറമ്പും വിറ്റ് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ വേണ്ടി അമ്മയെ ശരണാലയത്തിലാക്കുകയാണ് ഇളയ മകൻ. മൂത്ത മകനാകട്ടെ ഒന്നിലും ഇടപെടാതെ നിസ്സഹായനും നിസ്സംഗനുമായി നിൽക്കുകയാണ്. ഈ അമ്മയെ പോലുള്ള പ്രായമായവരെ സംരക്ഷിക്കേണ്ടതിനു പകരം ഒരു ബാധ്യതയായി കരുതി ഒഴിവാക്കാനാണ് മക്കളും സമൂഹവും ശ്രമിക്കുന്നത്. എന്തു കാരണത്തിന്റെ പേരിലായാലും പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാനാവില്ല.
പ്രായമായവർക്ക് യാതൊരു പരിഗണനയും നൽകാതെ അവരെ ഒരു ശല്യമായി കരുതുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വൃദ്ധരെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രായമായവരുടെ ജീവിത പരിചയവും അനുഭവജ്ഞാനവും ഒരു മുതൽക്കൂട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരായി മാറാനാണ് നാം ശ്രമിക്കേണ്ടത്. വൃദ്ധരായവർക്ക് ഏറ്റവും അധികം പരിഗണന നൽകുന്നവരായി നമ്മുടെ സമൂഹം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ഒരു പ്രഭാഷണം എഴുതാൻ പഠിച്ചു വയ്ക്കാവുന്നതാണ്. വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണിത്. നെക്സ്റ്റ് പനിനീർ പൂവ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെയും നോർമയിലെ ഉള്ളൂരിന്റെ വരികളാണല്ലേ. ഇതിന് ഹാ പുഷ്പമേ അതിതുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കിയേ നീ ശ്രീഭൂവിൽ ഇസ്തര സംശയം ഇന്നു നിന്റെ ആ ഭൂതിയെങ്ങും പുനരെങ്ങു കിടപ്പിതോർത്താൽ. കുമാരനാശാന്റെ വരികളാണല്ലേ സെക്കൻഡ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ജീവിതത്തിന്റെ ക്ഷണികതയാണോ ഈ വരികളിൽ ഇരു കവികളും സൂചിപ്പിക്കുന്നത്? താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അല്പായുസ് മാത്രമുള്ളതാണ് ജീവിതം എന്ന ആശയമാണ് രണ്ട് കവിതാഭാഗങ്ങളിലും ഉള്ളത്. നാളെ നീ താഴെയുള്ള വ്യർത്ഥമായ മണ്ണിലേക്ക് വീഴേണ്ടതാണെന്ന് ഓർമ്മയില്ലേ എന്ന് ഒരു പൂവിനോട് ചോദിക്കുകയാണ് ഉള്ളൂർ. ഒരു രാജ്ഞിയെ പോലെ ശോഭിച്ചിരുന്നെങ്കിലും ഇന്ന് താഴെ മണ്ണിൽ വീണു കിടക്കുന്ന പൂവിന്റെ അവസ്ഥയാണ് കുമാരനാശൻ തന്റെ വരികളിൽ വിവരിക്കുന്നത്. പൂവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരു കവികളും ജീവിതത്തിന്റെ ക്ഷണികതയെ ഈ കവിതാഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് താളുകൾക്കിടയിൽ മയിൽപ്പീലി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അമ്മയുടെ സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെല്ലാം ചേർന്ന് അസുഖക്കാരിയായ എനിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു. നനയാത്ത മഴ, പ്രിയ എസ്. ഞാൻ പാർവതിയമ്മ എന്ന ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യ വസ്തു എന്ന പോലെ ചേർത്ത് പിടിച്ചെന്ന് സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എൻ്റെ കവിളിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യും. താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. രണ്ടാമത്തെ വീടിന് തുല്യമാണ് വിദ്യാലയം. നിങ്ങളുടെ അധ്യാപകരോടൊപ്പമുള്ള ഓർമ്മകൾ കുറിപ്പായി എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു ഓർമ്മക്കുറിപ്പാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്കൊരു മാതൃക നോക്കാം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോയിരുന്നത് സൈക്കിളിലായിരുന്നു. ഒരു ദിവസം പാതി വഴി എത്തിയപ്പോൾ സൈക്കിളിന്റെ ടയർ പഞ്ചറായി. അന്ന് പരീക്ഷയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ സൈക്കിൾ തിരിച്ച് വീട്ടിൽ വെച്ചിട്ട് പോകാൻ സമയമുണ്ടായിരുന്നില്ല. വഴിവെക്കൽ സൈക്കിൾ വെക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് പഞ്ചറായ സൈക്കിൾ തള്ളിക്കൊണ്ട് ഞാൻ സ്കൂളിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ പരീക്ഷ തുടങ്ങാൻ സമയമായിരിക്കുന്നു. കുട്ടികളെല്ലാം പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞിരുന്നു. ആകെ വെപ്രാളപ്പെട്ടു പോയ ഞാൻ കരഞ്ഞുപോയി. ആ സമയത്ത് സ്റ്റാഫ് റൂമിൽ നിന്നും മിനി ടീച്ചർ ഓടി വന്ന് കാര്യം തിരക്കി. അതൊന്നും സാരമില്ല, വേഗം തന്നെ പരീക്ഷാ ഹാളിൽ കയറി പരീക്ഷ എഴുതൂ എന്ന് പറഞ്ഞ് ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ടീച്ചർ തന്നെ എന്നെ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോയി ഇരുത്തി. പരീക്ഷാ ഹാളിൽ നിന്ന് മേരി ടീച്ചർ ചോദ്യപേപ്പറും ഉത്തരം എഴുതാനുള്ള കടലാസും എനിക്ക് തന്നു. ആദ്യം ഒന്ന് പരിഭ്രമിച്ചെങ്കിലും ചോദ്യപേപ്പർ വായിച്ചപ്പോൾ എല്ലാ ഉത്തരങ്ങളും എനിക്ക് അറിയാവുന്നവയായിരുന്നു. ഞാൻ നന്നായി പരീക്ഷ എഴുതി. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഒരു ഓർമ്മക്കുറിപ്പ് നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന ശീർഷകം കഥയ്ക്ക് അനുയോജ്യമാണോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ: ഏറ്റവും മനോഹരമായ കാലമാണ് കുട്ടിക്കാലമെങ്കിലും താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമായ അനതാരയ്ക്ക് കുട്ടിക്കാല അനുഭവങ്ങളെക്കാൾ കൂട്ടുണ്ടായിരുന്നത് രോഗത്തിന്റെ വേദനകളായിരുന്നു. മധുരം നുണയാത്ത കളിമേളങ്ങളില്ലാത്ത ആ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ പട്ടികയിലാണ് അനതാര സ്ഥാനം കൊടുത്തിരുന്നത്. പ്രൈമറി ക്ലാസ്സുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ ഓർമ്മകളുടെ ഒരു മയിൽപ്പീലി ശേഖരം ഉണ്ടാവാത്തതിന്റെ കാരണം തന്റെ അസുഖമായിരുന്നെന്ന് അവൾ വേദനയോടെ ഓർക്കുന്നു. എങ്കിലും അസുഖത്തിന്റെ ഇടവേളകളിൽ സ്കൂളിലെത്തുമ്പോൾ അവൾക്ക് ആകെയുള്ളൊരു കൂട്ടുകാരൻ നീലകണ്ഠനായിരുന്നു. അവനുമൊത്തുള്ള സ്കൂൾ ജീവിതം ഓർമ്മത്താളുകളിലെ മയിൽപ്പീലിയായി അനുതാര കൊണ്ടു നടക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അയ്യോ, എന്തിനാ ഇങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരയണില്ലല്ലോ. നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു. നീലകണ്ഠൻ എന്ന കുട്ടിയുടെ എന്ത് സ്വഭാവ സവിശേഷതയാണ് മുകളിൽ തന്നിരിക്കുന്ന വരികളിൽ തെളിയുന്നതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. തന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്നവനാണ് നീലകണ്ഠൻ. ഒരു വലിയ പനി വന്ന് കാഴ്ച നഷ്ടപ്പെട്ട് അവൻ കിഴക്കൻ നാട്ടിലെ അമ്മാവന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ കൂട്ടുകാരിയായ അനുതാരയെ കാണാൻ അവളുടെ വീട്ടിലെത്തുന്നു. നീലകണ്ഠന്റെ അവസ്ഥയറിഞ്ഞ് അനുതാര പൊട്ടിക്കരയുമ്പോൾ അവൻ അവളെ സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ സങ്കടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നീലകണ്ഠന്റെ സ്വഭാവ സവിശേഷതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കുട്ടിക്കാലത്തെ മനസ്സിൽ പതിഞ്ഞ അനുഭവങ്ങൾ പിൽക്കാല ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട്. കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ഈ പ്രസ്താവന വിലയിരുത്തുക.
ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ജീവിതത്തിൽ നിന്നിടനീളം സ്വാധീനം ചെലുത്താൻ ശക്തമാണ് കുട്ടിക്കാലത്തുണ്ടാകുന്ന പല അനുഭവങ്ങളും. ഇതിന് ഉദാഹരണമാണ് കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന കഥകളി നടന്റെ ജീവിതം. കുട്ടിക്കാലത്ത് കളിവിളക്കിന് മുമ്പിൽ പലപ്പോഴും ഉറങ്ങിപ്പോകാറുണ്ടെങ്കിലും അന്നു കണ്ട ചില വേഷങ്ങൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ആത്മകഥാഭാഗമായ കളിവിളക്കിൻ തിരുനാളത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ ഓർമ്മയിൽ നിന്നൊരു വേഷമാണ് കോപ്പൻ നായരുടെ തോരണ യുദ്ധത്തിലെ ഹനുമാൻ വേഷം. നിലവിളക്കിന്റെ മങ്ങിയ പ്രകാശത്തിൽ അണിയറയിലിരുന്ന ഹനുമാൻ വേഷത്തെ കൂട്ടുകാരുമൊത്ത് ഒളിഞ്ഞു നോക്കിയതും ആ വേഷം പെട്ടെന്ന് എഴുന്നേറ്റ് നിലത്ത് പലവട്ടം ആഞ്ഞു ചവിട്ടുന്നത് കണ്ട് ഓടി പൊട്ടക്കുണ്ടിൽ വീണതുമായ ഓർമ്മ എക്കാലവും അദ്ദേഹത്തിന്റെ മനസ്സിൽ തങ്ങി നിന്നിരുന്നു. അരങ്ങിലാവട്ടെ രാക്ഷസ വേഷക്കാരെ ഉങ്ങിൻ കൊമ്പുകൊണ്ട് മർദ്ദിക്കുന്ന ഈ ഹനുമാൻ കുറച്ചൊന്നുമല്ല രാമൻകുട്ടി നായരിൽ മതിപ്പുളവാക്കിയത്. അതിലൊരു ഉങ്ങിൻകായ് തെറിച്ച് തന്റെ മുഖത്ത് വീണ വേദനിച്ചത് പോലും മധുരമുള്ളൊരു ഓർമ്മയായി അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഹനുമാൻ വേഷം പരോക്ഷമായെങ്കിലും പിൽക്കാലത്ത് തനിക്ക് പ്രചോദനമായിട്ടുണ്ടാകാം എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ കുട്ടിക്കാല അനുഭവങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വാധീനത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. കേതൻ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സംസ്ഥാനമാണിത്. ആ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി. യേശുദാസിന്റെ ജീവിതവും വരികളുടെ ആശയവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ പാടിക്കൊണ്ട് ചലച്ചിത്രഗാന ലോകത്തിലേക്ക് കടന്ന യേശുദാസ് ഈ വരികളുടെ പൊരുൾ ജീവിത ദർശനമാക്കി. ജാതിമത ഭേദങ്ങളില്ലാതെ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചു. സംഗീതമായിരുന്നു അദ്ദേഹത്തിന് എല്ലാം. സംഗീതത്തിലൂടെ ജനമനസ്സുകളെ ഒന്നിപ്പിച്ച ഗായകൻ കല, ജാതി, മതചിന്തകൾക്ക് അതീതമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തിഗാനങ്ങൾ ആലപിക്കുമ്പോൾ അദ്ദേഹം ആ ഗാനത്തിന്റെ ആത്മാവറിഞ്ഞാണ് പാടുന്നത്. ജാതിമത ചിന്തകൾ കൂടാതെ അദ്ദേഹം എല്ലാ ദേവാലയങ്ങളിലും പോയി എല്ലാ മതങ്ങളുടെയും പാട്ടുകൾ പാടി. അങ്ങനെ സംഗീതത്തിന് ജാതിമത ഭേദങ്ങളില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിലും ചില മനസ്സുകളിലെങ്കിലും ഇത്തരം ചിന്തകളുടെ കെടാത്ത കനലുകൾ ഇന്നുമുണ്ട്. ഇതിനു തെളിവാണ് ദുരഭിമാനക്കൊലകളുടെയും കലാപങ്ങളുടെയും വാർത്തകൾ. അവർക്ക് മുന്നിൽ മാതൃകയാണ് യേശുദാസിന്റെ ജീവിതം. ഇതിന് ആ ചാപ്റ്ററിൽ നിന്നാണ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. ആരുടെയും ശുപാർശയില്ലാതെ സംഗീത ലോകത്ത് യേശുദാസ് നടത്തിയ സ്ഥാനം യഥാർത്ഥമായ കഴിവുകൊണ്ട് മാത്രമാണെന്ന് മുകളിൽ തന്നിരിക്കുന്ന വരികളെ തെളിയിക്കുന്നുണ്ടോ? വിശകലനം ചെയ്യുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ആരുടെയും ശുപാർശയില്ലാതെയാണ് യേശുദാസ് ചലച്ചിത്രഗാന രംഗത്ത് കഴിവ് തെളിയിച്ചത്. സ്വതസിദ്ധമായ കഴിവും ലക്ഷ്യബോധവും അതിനുവേണ്ടി ഏത് കഷ്ടപ്പാടും സഹിക്കാനുള്ള മനോധൈര്യവും ഉള്ളതുകൊണ്ടാണ് യേശുദാസ് എന്ന അനുഗ്രഹീത കലാകാരനെ ലോകം അറിഞ്ഞത്. സിനിമാ ലോകവുമായുള്ള അപ്പച്ചന്റെ ബന്ധം കൊണ്ടല്ല, സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് സംഗീത ലോകത്തിന് അദ്ദേഹത്തിന് നിലയുറപ്പിക്കാൻ കഴിഞ്ഞത്. കാരണം മറ്റൊരാളുടെ സ്വാധീനം കൊണ്ടല്ല, ജന്മസിദ്ധമായ കഴിവുകൊണ്ട് മാത്രമേ ഇത്രയധികം വർഷങ്ങൾ സംഗീത രംഗത്ത് പകരം വെക്കാനില്ലാത്ത സ്ഥാനം നിലനിർത്താനാവൂ എന്ന് യേശുദാസിന്റെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവയൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ്